നമസ്കാരം. ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ സർക്കാർ നേരിടാൻ പോകുന്ന പ്രതിസന്ധികളെയും ഭീഷണികളെയും കുറിച്ച് പലതവണ ഞാൻ പറഞ്ഞിരുന്നതാണ്. UDF സർക്കാർ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ CPMകാരും DYFIക്കാരും SFIക്കാരും ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി ചെങ്കോണകവും പൊക്കിപ്പിടിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കും. ജനങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കില്ല, മന്ത്രിമാരെ ഭരിക്കാൻ സമ്മതിക്കില്ല, പൊതുമുതൽ നശിപ്പിക്കും. ഇതൊക്കെയാണ് അവരുടെ രീതി. കാരണം തോറ്റ് തുന്നമ്പാടി നാറി നാണം കെട്ട് ഉടുമുണ്ടില്ലാതെ നിൽക്കുകയാണ് പിണറായി വിജയനും ഗോവിന്ദനും അടക്കമുള്ള നേതാക്കളും പാർട്ടികളും. അപ്പോൾ ഈ പാർട്ടിയെയും ഇവരെയും ഒക്കെ രക്ഷിക്കാനും മാധ്യമശ്രദ്ധയും ജനശ്രദ്ധയും ഒക്കെ വഴിതിരിച്ചു വിടാനും അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചോദിച്ചു വാങ്ങലുകൾ അനിവാര്യമാണ്. ഈ ചോദിച്ചു വാങ്ങലുകൾ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ പോലീസിനെ പ്രകോപിപ്പിക്കുക, അക്രമം കാണിക്കുക, അപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കും, ലാത്തി പ്രയോഗിക്കും. അപ്പോൾ ഇതൊരു ഇരവാദമായി ചിത്രീകരിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റുക എന്നുള്ളതാണ് അവരുടെ ഒരു തന്ത്രം. അത് മാത്രമല്ല, ഈ പ്രശ്നങ്ങൾ, പാർട്ടി നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള വിഷയങ്ങൾ വഴിതിരിച്ചു വിടാനും ഇത് കാരണം സാധിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടൽ ഈ നേതാക്കൾക്കുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ തെരഞ്ഞെടുപ്പ് നടന്നു. SFIക്കാർ വിജയിച്ചു. അതിനുശേഷം SFIയും KSUവും തമ്മിൽ നടന്ന വാഗ്വാദത്തിനൊടുവിൽ വലിയ അക്രമ സംഭവങ്ങളൊക്കെ അരങ്ങേറി. ഈ SFIക്കാർ യഥാർത്ഥത്തിൽ അക്രമം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു എന്ന് പറയുകയായിരുന്നു. ശരി, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇവരെ നിയന്ത്രിച്ചിരുന്നത് AA റഹീമാണ്. ഈ റഹീമൊക്കെ നിന്നിട്ട് ഈ കുട്ടികളെ പിന്തിരിപ്പിക്കുന്നതിന് പകരം എന്നിട്ട് ഇരവാദം മുഴക്കാനായി ചിലപ്പോഴൊക്കെ പറയുന്നുണ്ട്, DYFIക്കാർ അവിടെ ഇരിക്കണം, SFIക്കാർ ഇരിക്കണം, SFIക്കാർ ഇരിക്കുന്നതൊക്കെ ഈ റഹീം പറയുന്നുണ്ട്. അത് പൊതുജനങ്ങൾക്കൊരു സഹതാപം തോന്നാനുള്ള ഒരു തന്ത്രമാണ്. റഹീമിൻ്റെയൊക്കെ രീതി നമുക്കറിയാം. റഹീം ഇടക്കാലത്തൊരു ശാന്ത സ്വഭാവിയായിരുന്നു എന്ന് വെച്ചാൽ അതൊരു അഭിനയമാണെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ റഹീമിൻ്റെ പിന്നീടുള്ള യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമാണ്. പിന്നീട് അങ്ങോട്ട് വെല്ലുവിളിയായി, മറ്റതായി, മറിച്ചതായി, അങ്ങനെയായിരുന്നു റഹീമിൻ്റെ ഒരു പോക്ക്. എന്തായാലും പോലീസിനെ ആക്രമിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുമ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കും, ലാത്തി ചാർജ് നടത്തും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു രക്തസാക്ഷി ഇപ്പോൾ അനിവാര്യമായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അതൊരു വിദ്യാർത്ഥി ആയിരിക്കുകയാണെങ്കിൽ അവർക്ക് അത്രയും നല്ലത് എന്നുള്ള ഒരു മട്ടിലാണ് ഈ പാർട്ടിയുടെ പോക്ക്. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഈ SFIയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളോടാണ്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. സാമ്പത്തികമായി ഉന്നത നിലവാരത്തിലുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയും SFIയിൽ പ്രവർത്തിക്കാൻ വരുന്നില്ല. വരുന്നത് സാധാരണ പാവങ്ങളും അല്ലെങ്കിൽ ഇടത്തരക്കാരുമായിട്ടുള്ള വീടുകളിലെ കുട്ടികളാണ്. ഒന്നുകിൽ ഇതുപോലെ തലതിരിഞ്ഞ് നടക്കുന്നവർ. ഇത്തരത്തിലുള്ള കുട്ടികളാണ് SFIയിൽ പ്രവർത്തിക്കുന്നത്. ഇനി SFI നടത്തിയ സമരങ്ങളെ എടുത്തു നോക്കൂ. മറ്റുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും നടത്തിയ സമരങ്ങൾ എടുത്തു നോക്കുക. ഏറ്റവും കൂടുതൽ അക്രമം കാണിച്ചിട്ടുള്ളത് SFIക്കാരാണ്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയൊക്കെ വഴിയിൽ തടഞ്ഞിടുകയും അദ്ദേഹത്തെ എത്രമാത്രം അധിക്ഷേപിക്കുകയും ചെയ്തു. VC മോഹൻ കുന്നുമലിനെ എത്രമാത്രം അധിക്ഷേപിച്ചു, എന്തെല്ലാം അക്രമങ്ങൾ നടത്തി. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ JS സിദ്ധാർത്ഥനെ റാഗ് ചെയ്തതിൽ SFI പ്രവർത്തകരാണ്. ഇതൊക്കെ പുറത്തു വന്ന കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ വിടാതിരിക്കുക. നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമായിരിക്കും. എങ്ങനെയെങ്കിലും ഈ കുട്ടികളെ ഒരു കേസിൽപ്പെടുത്തുക. ആ കേസിൽപ്പെടുത്തി കഴിഞ്ഞാൽ ചിലന്തി വല നെയ്ത് ആ വലയിൽ വീഴുന്ന പ്രാണികളെ പോലെയാകും ഈ കുട്ടികളുടെ അവസ്ഥ. അവർക്കൊരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ആജീവനാന്തം ഇവർ ആ കേസിൽ കുരുങ്ങി അവിടെ കിടക്കേണ്ടി വരും. പാർട്ടിയുടെ ഗുണ്ടകളായും അടിമകളായും അവിടെ പ്രവർത്തിക്കേണ്ടി വരും. ഇവർക്കൊരു സർക്കാർ ജോലി കിട്ടില്ല, ഇവർക്കൊരു പാസ്പോർട്ട് കിട്ടില്ല, ഇവർക്ക് വിദേശത്തേക്ക് ജോലി തേടി പോകാൻ കഴിയില്ല. അങ്ങനെ എല്ലാ രീതിയിലും ഇവരെ കുരുക്കുന്ന ഒരു തന്ത്രമാണ് CPMകാർ പണ്ട് മുതലേ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി നേതാക്കളുടെ മക്കളുടെ കാര്യം എടുത്തു നോക്കൂ. പിണറായി വിജയൻ്റെ മകൾ പഠിച്ചത് സ്വാശ്രയ കോളേജിലാണ്, കോയമ്പത്തൂരിൽ. മകൻ പഠിച്ചത് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ. സ്വാശ്രയ കോളേജിനെതിരെ കേരളത്തിലെ SFI പ്രവർത്തകർ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ്റെ മകളെ അദ്ദേഹം കോയമ്പത്തൂരിലെ സ്വാശ്രയ കോളേജിൽ ചേർത്ത് പഠിപ്പിച്ചത് എന്ന് കൂടി ഓർക്കണം. AK ബാലൻ്റെ മകൻ നിഖിൽ ബാലൻ പഠിച്ചത് നെതർലാൻഡ്സിലാണ് പഠിച്ചത്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം, പ്രമുഖ നേതാക്കളുടെ എല്ലാം മക്കൾ വിദേശത്തോ അല്ലെങ്കിൽ മറ്റു വലിയ സർവകലാശാലകളിലോ ഒക്കെയാണ് അവരൊക്കെ പഠിച്ചത്. അവരിൽ പലരും, ചിലരൊക്കെ ഉദ്യോഗങ്ങൾ വഹിക്കുന്നുണ്ട്, കൂടുതൽ പേരും ബിസിനസ്സാണ്. തൊഴിലാളി വർഗ്ഗ പാർട്ടികളാകുമ്പോൾ കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാമെന്നുള്ളൊരു ധാരണയിലായിരിക്കും അവരൊക്കെ ബിസിനസ്സാണ് നടത്തുന്നത്. ഗോവിന്ദൻ്റെ മോനൊക്കെ വലിയ വലിയ ബിസിനസ്സുകാരനാണ്, പിണറായി വിജയൻ്റെ മകൻ, അതുപോലെ പലരും. ഇനി ചെറുപ്പക്കാരായ നേതാക്കളുടെ മക്കളുടെ കാര്യം എടുത്തു നോക്കുക. അവരാരെങ്കിലും സമരം ചെയ്യാൻ പോകുന്നുണ്ടോ? ഇവരേതെങ്കിലും ഒരു രാഷ്ട്രീയ CPM നേതാവിൻ്റെ മക്കൾ സമരം ചെയ്ത് റോഡിൽ ഇറങ്ങിയിട്ടുണ്ടോ? അവരേതെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടോ? തല്ലുകൊണ്ടിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അവരൊന്നും രക്തസാക്ഷികളായിട്ടുമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ സാധാരണക്കാരായ കുട്ടികളെ ബലിയാടാക്കി ഈ സർക്കാരിനെ താഴെ ഇറക്കുക, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. എന്തായാലും കേരളത്തിലെ പൊതുജനങ്ങൾ ഇത് തിരിച്ചറിയണം. ഈ SFI കുട്ടികളുടെ മാതാപിതാക്കളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചത് കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ദോഷമല്ലാതെ യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. വിദ്യാർത്ഥി പ്രസ്ഥാനം നല്ലത് തന്നെയാണ്, പക്ഷേ അതിനൊക്കെ ഒരു
പരിധിയുണ്ട്. അത് പരിധി വിടുമ്പോഴാണ് പ്രശ്നമാകുന്നത്. എന്തായാലും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും ഈ കുട്ടികളുടെ മാതാപിതാക്കളാണ്. റഹീമിനൊന്നും നഷ്ടപ്പെടാൻ യാതൊന്നുമില്ല. കാരണം അവർക്ക് അവരുടെ വയറ്റിപ്പിഴപ്പ് തന്നെ ഈ പാർട്ടിയാണ്. അല്ലാതെ പണിയെടുത്ത ശീലം ഈ നേതാക്കൾക്ക് ആർക്കുമില്ല. അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഈ പാർട്ടി ഇതേ തരത്തിൽ അവർക്കൊരിക്കലും ഭരണത്തിൽ പാർട്ടി ഇനി വരില്ല എന്നുള്ള കാര്യം അവർക്ക് ഏകദേശം ഉറപ്പായി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊക്കെ കാണിച്ച് ഞങ്ങളൊക്കെ പാർട്ടിയുടെ നേതാക്കളാണ് എന്നൊക്കെ വരുത്തി തീർത്ത് ഇത്തരത്തിൽ മറ്റുള്ളവരെ ബലിയാടാക്കി മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെ തീരുമാനം എന്ന് നമുക്ക് വ്യക്തമാകുന്നുള്ളതാണ്. എന്തായാലും കയ്യൂക്ക് കൊണ്ടൊന്നും SFIക്കാർക്ക് ഇനി കാര്യം നേടാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഭരണം മാറി. കേരളത്തിലെ പൊതുജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കണം, കുട്ടികൾക്ക് സമാധാനമായി കലാലയങ്ങളിൽ പഠിക്കണം. അതിന് വേണ്ടുന്ന സാഹചര്യം ഒരുക്കേണ്ടത് SFI ആണ്. അതല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വരും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.